ഇത് നമ്മളിത് അൺബോക്സ് ചെയ്തിട്ടുള്ള ഗെയിം സെറ്റാണ്. ഇനി ഇത് എങ്ങനെയാണ് കളിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഡെമോ കാണിക്കാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ കാണുന്ന കരുക്കളൊക്കെ ഇതിൻ്റെ അകത്തേക്ക് ഈ ഒരു ഹോളുകളിലേക്ക് മാറ്റി വെക്കുക എന്നുള്ളതാണ്. ഈ ഒരു പാർട്ട് ഫ്രണ്ടിലാകുന്ന വിധത്തിൽ മാറ്റി വെക്കുക. ഇതിൻ്റെ അപ്പുറത്തുള്ളത് ഓരോ അനിമൽ ആയിരിക്കാം, ചിലപ്പോൾ ഫ്രൂട്ട് ആയിരിക്കാം, വെജിറ്റബിൾ ആയിരിക്കാം, അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് എല്ലാത്തിൻ്റെയും 2 പേയേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ ഇത് എടുക്കുവാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു ഫ്രൂട്ട് എടുക്കുവാണെങ്കിൽ ഇതിൻ്റെ 2 പേരുണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ വെച്ചിട്ട് ഈ 2 എണ്ണം നമുക്ക് ഒന്നിച്ച് ഓപ്പൺ ചെയ്ത് കിട്ടുവാണെങ്കിൽ അത് രണ്ടും നമുക്ക് പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ്. ഇതാണ് കളി. ഇപ്പോൾ 2 പേര് ചേർന്നിട്ടാണ് കളിക്കുന്നതെങ്കിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ആദ്യം ചെയ്യേണ്ടത് ഇത് മുഴുവൻ നമുക്ക് ഈ ഒരു സെറ്റിലേക്ക് മാറ്റി വെക്കാം. ഓക്കെ, ഇതിപ്പോൾ ടേബിൾ കംപ്ലീറ്റ് ആയി. ഇപ്പോൾ 2 പേര് കളിക്കുവാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഇതാണ് സ്റ്റിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. കൈ കൊണ്ട് കളിക്കാം. ഇതാണ് ഇതിൽ ഗെയിം സെറ്റിൻ്റെ കൂടെ വന്നിട്ടുള്ള സ്റ്റിക്കാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും 2 കരുക്കൾ നമ്മൾ ഇതുപോലെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ഓപ്പൺ ചെയ്തു, ഇത് ഓപ്പൺ ചെയ്തു. ഇപ്പോൾ രണ്ടും ഡിഫറൻ്റ് ആയിട്ടുള്ളതാണ്. ഡിഫറൻ്റ് ആണ്, നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ തിരിച്ചു വെക്കും. അപ്പോൾ നമ്മൾ ഓർമ്മിച്ച് വെക്കണം. അടുത്ത കളിയിലുള്ളത് ഇവിടെ എന്താണ് വന്നിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിൽ ഓർമ്മിച്ച് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കളിക്കുമ്പോൾ നമുക്ക് അത് എടുക്കാൻ പറ്റും കൃത്യമായിട്ട്. അപ്പോൾ അടുത്ത പ്ലെയർ കളിക്കുന്നു. ഇതെടുക്കാൻ കുറച്ചൊരു ഇതുണ്ട്, പ്രാക്ടീസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കത് ഓപ്പൺ ചെയ്ത് കിട്ടുള്ളൂ. അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ കൈ കൊണ്ട് എടുത്തിട്ട് വെക്കുക, അത്രേ ചെയ്യാനുള്ളൂ. ഓക്കെ, അപ്പോൾ അതും ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതുപോലെ തന്നെ തിരിച്ച് വെക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത പ്ലെയർ കളിക്കുമ്പോൾ അപ്പം ഇത് ഓപ്പൺ ചെയ്യുന്നു, അതുപോലെ ഇത് ഓപ്പൺ ചെയ്യുന്നു. 2 സെയിം ആയിട്ടുള്ളതാണ് വന്നത്. 2 പാണ്ടയുടെ പിക്ചറാണ്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അത് പുറത്തേക്ക് എടുത്തിട്ട് ഇവിടെ വെക്കാം. ഓക്കെ, ഇനി അടുത്ത പ്ലെയറാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ചെയ്യുമ്പോൾ ഇതാണ്, 2 ഡിഫറൻ്റ് ആണ്. അതുപോലെ തന്നെ മാറ്റി വെക്കുക. ഇതാണ് ഈ ഒരു ഗെയിമിൻ്റെ ഫോം. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് തന്നെയാണ് നമ്മൾ ഓർമ്മിച്ച് വെക്കണം, എന്താണ് ഓപ്പൺ ചെയ്തതെന്നുള്ളത് ഓർമ്മിച്ച് വെച്ച് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, കളിക്കുന്നത് കറക്റ്റായിട്ടുള്ളത് കിട്ടുന്നത്. ഇപ്പോൾ രണ്ടും സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ കളി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആർക്കാണ് കൂടുതൽ കരി കിട്ടുന്നത് അയാൾ ജയിക്കും. ഇതിൽ നമ്മൾ എന്ത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ഒരു മെമ്മറി പവറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞതിലൊക്കെ കളറിൻ്റെ ഒരു ഗെയിം സെറ്റൊക്കെ നമ്മൾ ചെയ്ത പോലെ തന്നെ മെമ്മറി പവർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു ഗെയിം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ഗെയിം സെറ്റുമായി കാണുന്നവരെ ബൈ.